ഹായ് ചിൽഡ്രൻ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മാർട്ട് സ്കൂൾ സ്റ്റുഡൻറ്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അർദ്ധവാർഷിക മൂല്യനിർണ്ണയം 2023-24 ക്ലാസ് 7 അടിസ്ഥാന പാഠാവലി ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ ക്യൂവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാം എളുപ്പമായിരുന്നെന്ന് വിചാരിക്കുന്നു. ആസ് ഓൾവേസ് ഫസ്റ്റ് പ്രവർത്തനം കമ്പൽസറി ആണ്. ബാക്കി 5 പ്രവർത്തനങ്ങളിൽ 4 ആൻസർ എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് പ്രവർത്തനം ഒന്ന് വായിക്കാം, എഴുതാം. മഴ വീഴുമ്പോൾ വെള്ളത്തുള്ളികളുടെ കിലുക്കം അവനിലേക്കും പടരും. സൂര്യൻ പടിഞ്ഞാറിലേക്ക് പറക്കുമ്പോൾ മേൽക്കുപ്പായം ഊരിക്കളഞ്ഞ് അവൻ ടെറസിലൂടെ ഉലാത്തുന്നത് കണ്ടാൽ ആകാശത്തിൽ നിന്ന് വിലപ്പെട്ടതെന്തൊക്കെയോ തന്നിലേക്ക് വലിച്ചെടുക്കുകയാണെന്ന് തോന്നും. വേനലിൽ മാവായ മാവെല്ലാം പൂങ്കുലകൾ കൊണ്ട് മൂടുമ്പോൾ വേർതിരിച്ചെടുക്കാനാകാത്ത ഒരു ഉന്മാദം അവനെ കീഴടക്കും. വസന്തത്തിൽ ചിന്തകളും ഭാവനകളും ആൽമരത്തിൻ്റെ ചില്ലകൾ പോലെ പടർന്ന് പന്തലിക്കുമ്പോൾ തന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടാനാണ് ബോലാക്കിഷ്ടം. ഇക്കാലം അത്രയും കേട്ടിട്ടുള്ള കഥകളെല്ലാം തുന്നിക്കൂട്ടി സ്വന്തമായി വിചിത്രമായൊന്ന് നിർമ്മിച്ച് അവനെ തന്നെ പറഞ്ഞു കേൾപ്പിക്കും. തുറിച്ചു നിൽക്കുന്ന വലിയ ഉണ്ടക്കണ്ണുകളുള്ള ആ ബാലന് അതിൽ കൂടുതലൊന്നും സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അവൻ കൂടുതൽ നേരവും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നു. രവീന്ദ്രനാഥ ടാഗോർ, ബോലായി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സൂര്യൻ പടിഞ്ഞാറേക്ക് ചായുമ്പോൾ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? സൂര്യാസ്തമയം, സൂര്യോദയം, മധ്യാഹ്നം. നമുക്കറിയാം, സൂര്യൻ ഉദിക്കുന്നത് എവിടെ? കിഴക്ക്. അസ്തമിക്കുന്നത് എവിടെ? പടിഞ്ഞാറ്. ആൻസർ സൂര്യ അസ്തമയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വസന്തത്തിൽ ആൽമരത്തിൻ്റെ ചില്ലകൾ പോലെ പടർന്ന് പന്തലിക്കുന്നത് എന്ത്? മേൽക്കുപ്പായം, ചിന്തകളും ഭാവനകളും, കഥകൾ. അപ്പോൾ ഇത് എൻ്റെ ആൻസർ അറിയാനായിട്ട് നമ്മളൊന്ന് ആ പാരഗ്രാഫ് ഒന്നുകൂടി നോക്കാം. വസന്തത്തിൽ എന്താണ്? ചിന്തകളും ഭാവനകളും ആൽമരത്തിൻ്റെ ചില്ലകൾ പോലെ പടർന്നു പിടിക്കുമ്പോൾ. നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി ചിന്തകളും ഭാവനകളും ആണെന്ന്. ചിന്തകളും ഭാവനകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. കുട്ടി കഥകൾ കേൾപ്പിച്ചത് ആരെയാണ്? മഴയെ, ആകാശത്തെ, അവനെ തന്നെ. ഇക്കാലം അത്രയും കേട്ടിട്ടുള്ള കഥകളെല്ലാം തുന്നിക്കൂട്ടി സ്വന്തമായി ചിത്രമായി നിർമ്മിച്ച് അവനെ തന്നെ പറഞ്ഞു കേൾപ്പിക്കും. അവനെ തന്നെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വേനലിൽ മാവായ മാവെല്ലാം മൂടുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ ആൻസറിന് വേണ്ടി നമുക്കൊന്ന് മുകളിൽ പോയി നോക്കാം. വേനലിൽ മാവായ മാവെല്ലാം പൂങ്കുലകൾ കൊണ്ട് മൂടുമ്പോൾ. അപ്പോൾ ആൻസർ ഇസ് പൂങ്കുലകൾ കൊണ്ട് മൂടുമ്പോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5. മഴ വീഴുമ്പോൾ വെള്ളത്തുള്ളികളുടെ കിലുക്കം അവനിലേക്ക് പടരും എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? മഴയെ ആസ്വദിക്കുന്നു, മഴ നനയേണ്ടി വരുന്നു, മഴയോടും ദേഷ്യം തോന്നുന്നു. മഴ വീഴുമ്പോൾ വെള്ളത്തുള്ളികളുടെ കിലുക്കം അവനിലേക്കും പടരുന്നു പറഞ്ഞാൽ ആ മഴ പെയ്യുമ്പോൾ അവന് ഒത്തിരി സന്തോഷം തോന്നുന്നതാണ് അതിൻ്റെ അർത്ഥം. അത് മഴയെ ആസ്വദിക്കുന്നതെന്നാണ് അതിൻ്റെ ആൻസർ. പ്രവർത്തനം 2 നോക്കാം. വിലയിരുത്തൽ കുറിപ്പ്. പ്രളയജലത്തിൽ മുക്കാലും മുങ്ങിക്കിടക്കുന്ന വീടിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് കള്ളൻ ഏറെ പ്രതീക്ഷയോടെയാണ് കടന്നു ചെന്നത്. ആരാ? കട്ടിലിൽ അവശയായി കിടന്നിരുന്ന വൃദ്ധ കാൽപെരുമാറ്റം കേട്ട് ചോദിച്ചു. കള്ളൻ എന്ത് പറയണമെന്നറിയാതെ നിന്ന് പരുങ്ങി. വൃദ്ധയുടെ കാഴ്ച മങ്ങിയ കണ്ണുകളിൽ പ്രതീക്ഷയുടെ തിളക്കം അയാൾ കണ്ടു. വൃദ്ധയെ താങ്ങിയെടുത്ത് അയാൾ പുറത്തേക്കിറങ്ങി. വൃദ്ധയെയും ചുമന്ന് വീട്ടിലെത്തിയ കള്ളനെ കണ്ട് ഭാര്യ ആശ്ചര്യപ്പെട്ടു. അയാൾ പറഞ്ഞു, ആദ്യം ഈ മുത്തശ്ശിക്ക് അല്പം കഞ്ഞി കൊടുക്ക്. പാവം ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. കഥയിലെ കള്ളൻ്റെ പ്രവൃത്തി വിലയിരുത്തി എഴുതുക. അപ്പം നമ്മളിങ്ങനെ വിലയിരുത്തൽ കുറിപ്പ് എഴുതണം എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ ആ സ്റ്റോറിയുടെ നമുക്ക് തന്നിരിക്കുന്ന കഥയുടെ ഒരു സാരാംശം, ആ കഥ മനസ്സിലായി. ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഈവൻ കള്ളനാണെങ്കിൽ പോലും ആ മുത്തശ്ശീനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ അത് അങ്ങോട്ട് എഴുതണം. അപ്പം ഞാനിവിടെ എഴുതിയിരിക്കുന്നത് നോക്കാം. ഇതൊരു സാമ്പിളാണ് കേട്ടോ. ഈ കഥയിൽ നന്മയുള്ള ഒരു കള്ളൻ്റെ കഥയാണ് പറയുന്നത്. പിന്നെ ഞാൻ എഴുതിയേക്കുന്നത് എല്ലാം ആ കഥയിൽ നിന്ന് തന്നെ കോപ്പി ചെയ്താണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ കഥയുടെ ആ കോൺവെർസേഷനൊക്കെ കറക്റ്റ് സെൻറ്റൻസ് ആക്കിയിട്ട് നോക്കി. സെയിം തന്നെയാണ്. ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രളയജലത്തിൽ മുക്കാലും മുങ്ങിക്കിടക്കുന്ന വീടിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് കള്ളൻ ഏറെ പ്രതീക്ഷയോടെ കടന്നു ചെന്നത് മോഷ്ടിക്കാനാണ്. എന്നിട്ടും കട്ടിലിൽ അവശയായി കിടന്നിരുന്ന വൃദ്ധയോട് അനുകമ്പ തോന്നി താങ്ങിയെടുത്ത് വീട്ടിലെത്തിച്ചു. മുത്തശ്ശിക്ക് കഞ്ഞി കൊടുക്കാൻ ഭാര്യയോട് പറയുകയും ചെയ്യുന്നു. ഇത്രയും ആ ക്വസ്റ്റ്യനിലുള്ളതാണ്. ഇത് നമുക്ക് നമ്മുടേതായ സ്വന്തമായിട്ടുള്ള വിലയിരുത്തൽ അതിൽ എഴുതാം. മോഷണം എന്ന് പറയുന്നത് തെറ്റാണ്.
ഇങ്ങനെ നിരന്തരം തെറ്റ് ചെയ്യുന്ന ഒരു കള്ളൻ്റെ ദീനാനുകമ്പയുടെ മുഖമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ദീനാനുകമ്പ എന്നുള്ള ഒരു വേർഡ് കിട്ടിയില്ലെങ്കിലും അനുകമ്പ, നന്മയുടെ മുഖം എന്നൊക്കെ നമുക്ക് എഴുതാം. മനുഷ്യത്വത്തിൻ്റെ നന്മയുടെ ഉറവ വറ്റാതെ സൂക്ഷിക്കുന്നവനാണ് ഈ കള്ളൻ. പിന്നെ അതിൽ നമുക്ക് എന്താണ് വിലയിരുത്തൽ? നമ്മുടെ വിലയിരുത്തൽ എന്താണ്? നന്മകൾ നമ്മൾ ഇന്നും കാത്തു സൂക്ഷിക്കേണ്ടതാണ് എന്ന സന്ദേശമാണ് ഈ കഥ നമുക്ക് നൽകുന്നത്. ഇങ്ങനെ നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി കൂട്ടിച്ചേർത്ത് എഴുതിയാൽ മതി. സിമ്പിളല്ലേ? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ ബി, അർത്ഥവ്യക്തതയോടെ മാറ്റി എഴുതുക. മനുഷ്യവർഗം, മനുഷ്യരുടെ വർഗം. അപ്പോൾ എന്തായിരിക്കും വഴിയോര കാഴ്ചകൾ? വഴിയോരത്തെ കാഴ്ചകൾ. അതാണ് എൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രവർത്തനം 3 പോസ്റ്റർ. എൻ്റെ എഴുത്തുകൾ വായിച്ച് ഏറ്റവും കൂടുതൽ ചിരിച്ചത് ഞാനായിരിക്കും, കരഞ്ഞത് ഞാനായിരിക്കും, കാരണം അതൊക്കെ എൻ്റെ അനുഭവങ്ങളായിരുന്നു. ജനുവരി 21 കഥകളുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മദിനമാണെന്ന് അറിയാമല്ലോ. ആ ദിവസം സ്കൂളിൽ പ്രദർശിപ്പിക്കുന്നതിനായി ബഷീർ ജന്മദിനാഘോഷത്തിൻ്റെ പോസ്റ്റർ തയ്യാറാക്കുക. ഇതൊരു സാമ്പിൾ ആൻസർ ആണ് കേട്ടോ. ഒരു പോസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു ഹെഡിങ് വേണം. ദെൻ അദ്ദേഹം പറഞ്ഞ എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ കഥകളിൽ നിന്നുള്ള കുറച്ച് വരികളോ അദ്ദേഹം പറഞ്ഞതായ വാക്കുകളോ ഇതിൽ വേണം. അത് ക്വസ്റ്റ്യനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം. പിന്നെ ഒരു പിക്ചർ വേണം. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. സോ ഇവിടെ ആൻസർ നോക്കാം. കഥകളുടെ സുൽത്താൻ, ആ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കഥകളുടെ സുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മദിനമാണല്ലോ എന്ന്. അപ്പോൾ കഥകളുടെ സുൽത്താൻ എന്നാണ് ഞാനിവിടെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്, അതാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. എൻ്റെ എഴുത്തുകൾ വായിച്ച് ഏറ്റവും കൂടുതൽ ചിരിച്ചത് ഞാനായിരിക്കും, കരഞ്ഞത് ഞാനായിരിക്കും, കാരണം അതൊക്കെ എൻ്റെ അനുഭവങ്ങളായിരുന്നു എന്ന് പറഞ്ഞിട്ട് വൈക്കം മുഹമ്മദ് ബഷീറിന് എഴുതാം. ജനുവരി 21 ജന്മദിനം. പിന്നെ ഒരു പിക്ചറും വരച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഒരു പോസ്റ്റർ കംപ്ലീറ്റ് ആവുന്നത്. നിങ്ങൾക്ക് ആൻസർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് പ്രവർത്തനം 4 അനുഭവക്കുറിപ്പ്. ചെറുകഥാകൃത്ത് VR സുധീഷ് കരുണ സിനിമ കാണാൻ പോയ അനുഭവം വായിച്ചു നോക്കുക. കരുണ കണ്ടത് നല്ല ഓർമ്മയുണ്ട്. കാണാൻ ഞാൻ വാശി പിടിച്ച് കരഞ്ഞിരുന്നു. ആ കഥ ചുറ്റിലും എവിടെയോ നിന്ന് ഞാൻ നേരത്തെ കേട്ടിരുന്നു. കൊയിലാണ്ടിയിൽ നിന്നും നടന്നാണ് അച്ഛൻ്റെ കൂടെ പന്തലായനി വരെ പോയി കരുണ കണ്ടത്. പന്തനായനിയിൽ അന്നൊരു ഓലമേഞ്ഞ ടാക്കീസ് ഉണ്ടായിരുന്നു. ഇന്നില്ല. പണ്ട് ധാരാളമായി സിനിമ കണ്ട കൊട്ടകകൾ ഇല്ലാതെയായ ഇടങ്ങളിൽ ഇന്ന് ചെന്നെത്തുമ്പോൾ പഴയ ചില ചലച്ചിത്രങ്ങൾ തെളിഞ്ഞു മറിയുന്നു. പന്തലായനി എന്ന് പറഞ്ഞ സ്ഥലപ്പേരാണ്. അപ്പോൾ സിനിമ കാണാൻ പോയ ചില അനുഭവങ്ങൾ നിങ്ങൾക്കുമില്ലേ? അവ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക. നിങ്ങളെല്ലാം അടിച്ച് പൊളിച്ച് ഇതിൻ്റെ ആൻസർ എഴുതിയിട്ടുണ്ടാവുമെന്നറിയാം. എന്നാലും ഞാനൊരു എക്സാമ്പിൾ ആൻസർ എഴുതി കാണിക്കാം കേട്ടോ. ഇത് ടീച്ചറുടെ അനുഭവമാണ് ടീച്ചർ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ സിനിമ കണ്ട അനുഭവം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ദിസ് ഇസ് ജസ്റ്റ് എൻ എക്സാമ്പിൾ. ഓക്കെ. പ്രേമം കണ്ടത് നല്ല ഓർമ്മയുണ്ട് എനിക്ക്. കാണാൻ ഞാൻ വാശി പിടിച്ചു, കാരണം അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ പഠിച്ച കോളേജിലാണ്. ആ കഥ ചുറ്റിലും എവിടെയോ നിന്ന് ഞാൻ നേരത്തെ കേട്ടിരുന്നു. ചാലക്കുടിയിലെ സുരഭി തിയേറ്ററിൽ അച്ഛനും അമ്മയും ഞാനും കൂടിയാണ് പോയി കണ്ടത്. സിനിമ ആരംഭിച്ചു. ഓരോ രംഗവും എന്നെ കോളേജ് ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുപോയി. ആ ഓഡിറ്റോറിയം, ക്രിക്കറ്റ് ഗ്രൗണ്ട്, ബാസ്കറ്റ്ബോൾ ഗ്രൗണ്ട്, എത്ര ഓർമ്മകൾ. നിവിൻ പോളി ഇരുന്ന ക്ലാസ്സിൻ്റെ തൊട്ട് താഴെയായിരുന്നു ഞങ്ങളുടെ കെമിസ്ട്രി ക്ലാസ്. ഇണക്കങ്ങൾ, പിണക്കങ്ങൾ, സന്തോഷങ്ങൾ, ദുഃഖങ്ങൾ. ആ കോളേജ് ജീവിതം ഇന്നലെ എന്ന പോലെ മിന്നിമറഞ്ഞു. സിനിമ കണ്ടിറങ്ങിയപ്പോൾ ഒന്നുകൂടി കോളേജ് ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയെന്ന ചരിതാർത്ഥ്യമല്ല കേട്ടോ, ചാരിതാർത്ഥ്യത്തിലാണ് ഞാൻ വീട്ടിലേക്ക് മടങ്ങിയത്. കുട്ടികളെ, ഞാൻ വായിച്ചപ്പോൾ ശരിക്കും ഞാൻ കണ്ട ആ അനുഭവമാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് കേട്ടോ. നിങ്ങൾ അതുപോലെ തന്നെ ഒരെണ്ണം എഴുതണം കേട്ടോ. അടുത്തത് പ്രവർത്തനം 5, ശീർഷകം നൽകി ഔചിത്യം വിശദമാക്കുക. കഥ എഴുതാൻ അറിയാത്ത ഞാൻ കഥാമത്സരത്തിന് പേര് നൽകി. വിഷയം കിട്ടി, സത്യം. അടുത്തിരുന്ന ഗോവിന്ദ് എഴുതിയ കഥ അതേപടി പകർത്തി വെച്ചു, കഥയുടെ പേര് പോലും. എന്നിട്ട് ആദ്യം തന്നെ ടീച്ചർക്ക് കൊണ്ടുകൊടുത്തു. കഥ നന്നായിട്ടുണ്ടെന്ന് ടീച്ചർ പറഞ്ഞു. കഥ ക്ലാസ്സിൽ വായിച്ചു കേൾപ്പിച്ചു. എല്ലാവരും കൈയടിച്ചു. ഒരു കള്ളച്ചിരിയോടെ ഗോവിന്ദൻ കൈയടിച്ചു. കഥയ്ക്ക് ഉചിതമായ ശീർഷകം നൽകി ഔചിത്യം വിശദമാക്കുക. ഇത് ജസ്റ്റ് സാമ്പിൾ ആൻസർ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ എഴുതാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് സത്യമല്ലാത്ത കഥ എന്നാണ്. ഈ കഥയിൽ കഥ എഴുതാൻ അറിയാത്ത കുട്ടി കഥാമത്സരത്തിന് പേര് കൊടുക്കുന്നു. വിഷയം കിട്ടിയത് സത്യം എന്നാണ്. ഒന്നും എഴുതാൻ അറിയാത്ത ആ കുട്ടി അടുത്തിരിക്കുന്ന ഗോവിന്ദൻ്റെ കഥാപേരും കഥയും പകർത്തി വെച്ചു. ടീച്ചർക്ക് ആദ്യം കൊണ്ടുപോയി കൊടുക്കുകയും ക്ലാസ്സിൽ അത് വായിച്ച് കേൾപ്പിക്കുകയും എല്ലാവരും
കൈയടിക്കുകയും ചെയ്തു. കള്ളച്ചിരിയോടെ ഗോവിന്ദൻ കൈയടിച്ചു. ഈ ഫസ്റ്റ് പാരഗ്രാഫ് നോക്കിയേ, അത് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ഞാൻ പകർത്തിയെഴുതിയതാണ്. അങ്ങനെ വേണം ആ ഫസ്റ്റ് പാരഗ്രാഫ് എഴുതാനായിട്ട്. പിന്നെ നെക്സ്റ്റ് പാരഗ്രാഫിൽ വേണം നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഹെഡിങ് എന്തുകൊണ്ടാണ് നിങ്ങളത് കൊടുത്തത്, പിന്നെ ആ സ്റ്റോറി പറയുന്നത് എന്താണ് എന്ന് പറയുന്നത്. ഈ കഥയിൽ എന്ത് തെറ്റ് ചെയ്തിട്ടായാലും ആരുടെ പകർത്തി എഴുതിയിട്ടായാലും ഒന്നാമനാകണമെന്നുള്ള ഒരു ചിന്തയാണ് കുട്ടിക്കുള്ളത്. ഞാൻ ഈ ശീർഷകം കൊടുക്കാൻ കാരണം സത്യം എന്ന വിഷയം കിട്ടിയിട്ടും സത്യമല്ലാത്ത രീതിയിൽ സത്യസന്ധമായി സ്വന്തമായി എഴുതേണ്ടതിന് പകരം മറ്റൊരു കുട്ടിയുടെ നോക്കി പകർത്തി എഴുതുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സത്യം തന്നെയാണ് തോറ്റുപോകുന്നത്. നമ്മളെന്നും സത്യസന്ധരായിരിക്കണം എന്ന സന്ദേശം കൂടി ഈ കഥ പറഞ്ഞു വയ്ക്കുന്നു. ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. അതിൽ ബി, CV ബാലകൃഷ്ണൻ്റെ പരൽമീൻ നീന്തുന്ന പാഠം എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിലുള്ളതാണ്? ആത്മകഥയാണോ, നോവലാണോ, ചെറുകഥയാണോ? ആൻസർ എന്താണ്? ആൻസർ ഇസ് ആത്മകഥയാണ് കേട്ടോ. ലാസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് പ്രവർത്തനം. ആരെയെ താരതമ്യക്കുറിപ്പ്. മണ്ണ് വിണ്ണിലെഴുതുന്ന കവിതകളാണ് മരങ്ങൾ. നമ്മൾ അവയെ മുറിച്ചു വീഴ്ത്തി കടലാസാക്കുന്നു നമ്മുടെ പൊള്ളത്തരങ്ങൾ രേഖപ്പെടുത്താൻ. ഖലീൽ ജിബ്രാൻ. പീച്ചു പുഷ്പങ്ങൾ വാങ്ങാം, പക്ഷേ നിറയെ പുഷ്പിച്ചു നിൽക്കുന്ന പൂന്തോട്ടത്തെ എവിടെ നിന്ന് വാങ്ങാനാവും? പീച്ചു പൂന്തോട്ടം എന്ന പാഠഭാഗത്തിലെ ആശയങ്ങളെയും ഖലീൽ ജിബ്രാൻ്റെ വരികളെയും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ ഉണ്ടല്ലോ, ഈ രണ്ട് കാര്യങ്ങൾ താരതമ്യം ചെയ്യാൻ പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് രണ്ടിനും കോമൺ ആയിട്ടൊരു കാര്യം ഉണ്ടാവും. അതെന്താണെന്ന് എഴുതണം. അപ്പോൾ ഖലീൽ ജിബ്രാനാണ് ആ വരികൾ എഴുതിയതെന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ പീച്ച് പൂന്തോട്ടം നിങ്ങളുടെ പാഠഭാഗമാണ്. അപ്പോൾ രണ്ടും എന്താണ് പറയുന്നതെന്ന് ഫസ്റ്റ് ആയിട്ട് ഇൻട്രൊഡക്ഷനായിട്ട് എഴുതാം. ഇതിങ്ങനെ ഞാൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഖലീൽ ജിബ്രാൻ്റെ വരികളും പീച്ച് പൂന്തോട്ടം എന്ന പാഠഭാഗവും മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്ന മനുഷ്യൻ്റെ ക്രൂരതയെ പ്രതിനിധീകരിക്കുന്നു. അത് ഫസ്റ്റ് ഇൻട്രൊഡക്ഷനായിട്ട് എഴുതി കഴിഞ്ഞിട്ട് ആദ്യം തന്നിരിക്കുന്ന കവിതയെ നമുക്കൊന്ന് വൃത്തിയിൽ ഒരു പാരഗ്രാഫായിട്ട് എഴുതാം. ഖലീൽ ജിബ്രാൻ പറയുന്നു, മരങ്ങൾ മണ്ണ് ആകാശത്തിൽ എഴുതുന്ന കവിതകളാണ്. നമ്മളവയെ മുറിച്ചു വീട്ടി കടലാസാക്കുന്നു, എന്നിട്ട് കടലാസിൽ നമ്മുടെ പൊള്ളത്തരങ്ങൾ എഴുതുന്നു. അതാണ് ഖലീൽ ജിബ്രാൻ്റെ ആ കവിത. ഇനി പീച്ച് പൂന്തോട്ടം നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതിനെ പറ്റി എഴുതുക. പീച്ച് പൂന്തോട്ടത്തിൽ കുട്ടി പറയുന്നു, പൂക്കൾ വാങ്ങുന്നത് പോലെ എളുപ്പമല്ല പൂന്തോട്ടം ഉണ്ടാക്കുന്നത്. വസന്തകാലമാകുമ്പോഴാണ് പീച്ച് മരങ്ങൾ പൂവിടുന്നത്. പൂന്തോട്ടം വെട്ടിക്കളഞ്ഞപ്പോൾ പ്രകൃതിയുടെ വരദാനമായി വസന്തമാണ് ഇല്ലാതായത്. അതിനെ വിലയ്ക്ക് വാങ്ങാനാവില്ല എന്ന തിരിച്ചറിവാണ് കുട്ടി ഇങ്ങനെ പറയാൻ കാരണം. ഇനി രണ്ടും കൂടി കമ്പയർ ചെയ്ത് എഴുതാം. അത് ലാസ്റ്റ് പാരഗ്രാഫ്. ഈ രണ്ട് ഭാഗങ്ങളിലും പ്രകൃതിയുടെ വരദാനമാണ് മരങ്ങളെന്ന് പറയുന്നു. ഒന്നിൽ മണ്ണ് ആകാശത്തിൽ എഴുതുന്ന കവിതയാണ് മരങ്ങളെന്നും മറ്റൊന്നിൽ പ്രകൃതിയുടെ വസന്തമാണ് മരങ്ങളെന്നും പറയുന്നു. മരങ്ങളെ മുറിച്ചു നശിപ്പിക്കരുത് എന്ന സന്ദേശമാണ് രണ്ടും നമുക്ക് നൽകുന്നത്. ആൻസർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബി, പീച്ച് പൂന്തോട്ടം എന്ന തിരക്കഥയിൽ അവൻ നല്ല കുട്ടിയാണ്, പുഷ്പിച്ചു നിൽക്കുന്ന ഈ പൂന്തോട്ടത്തെ ഒരിക്കൽ കൂടി കാണാൻ അവനെ അനുവദിക്കുകയില്ലേ എന്ന് പറയുന്നത് ആര്? പരിചാരകൻ, പാവരാജാവ്, പാവരാജ്ഞി. ഇതിൻ്റെ ആൻസർ എന്താണ്? പാവരാജ്ഞി. നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.